സ്പിരിച്വാലിറ്റിയിൽ സഞ്ചരിക്കുന്നവർ, ആ പാത്തിലേക്ക് വന്നവർ പലപ്പോഴും അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ ഏത് സ്റ്റേജിലാണ് എത്തി നിൽക്കുന്നത്. അതിനായിട്ട് നമ്മൾ സ്പിരിച്വാലിറ്റിയിൽ ജേണി ചെയ്യുന്ന പലരുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യും, സംസാരിക്കും. പക്ഷേ എന്നാലും നമ്മൾക്ക് കൺഫ്യൂഷനാണ് നമ്മൾ ഏത് സ്റ്റേജിൽ വരെ എത്തി എന്നുള്ളത്. സ്പിരിച്വാലിറ്റി എന്ന് പറയുമ്പോൾ അത് പൂർണ്ണ സയൻസാണ്. പക്ഷേ നമ്മൾ പഠിക്കുന്നത് ഫിസിക്കൽ യൂണിവേഴ്സിനെ കുറിച്ച് മാത്രമുള്ള സയൻസാണ്. സ്ഥൂല ശരീരം നിൽക്കുന്നതിന് പുറത്തുള്ള യൂണിവേഴ്സാണ് ഫിസിക്കൽ യൂണിവേഴ്സ്. പക്ഷേ സെൽഫിന് 5 ശരീരങ്ങളും 5 ലെയർ ബോഡീസുകളും 5 കോശങ്ങളും നിൽക്കുന്നതിന് പുറത്ത് 5 യൂണിവേഴ്സുകൾ റൺ ചെയ്യുന്നുണ്ട്, 5 മായാ പ്രപഞ്ചങ്ങൾ റൺ ചെയ്യുന്നുണ്ട്. ആ യൂണിവേഴ്സിനെ കുറിച്ചൊക്കെ ജ്ഞാനം നേടിയാൽ മാത്രമാണ് അതിനെ ജ്ഞാനം എന്ന് പറയാൻ പറ്റുള്ളൂ, പൂർണ്ണ ജ്ഞാനം എന്ന് പറയാൻ പറ്റുള്ളൂ. പക്ഷെ നമ്മൾ നേടുന്ന ജ്ഞാനം മുഴുവനും അന്നമയ ബോഡി നിൽക്കുന്നതിന് പുറത്തുള്ള ആ ഒരു ഫിസിക്കൽ യൂണിവേഴ്സിനെ കുറിച്ച് മാത്രമാണ്. സ്ഥൂലം, സൂക്ഷ്മം, കാരണം. സൂക്ഷ്മം എന്ന് പറയുമ്പോൾ പ്രാണമയ, മനോന്മയ, വിജ്ഞാനമയ. കാരണം എന്ന് പറയുമ്പോൾ ആനന്ദമയ, ആ ഒരു കോശമാണ്. പക്ഷേ ഈ കോശങ്ങളെക്കുറിച്ചല്ല നമ്മൾ പഠിക്കേണ്ടത്. ഈ കോശങ്ങൾ നിൽക്കുന്നതിന് പുറത്തുള്ള യൂണിവേഴ്സിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കേണ്ടത്. ഇപ്പോൾ നമ്മൾ അന്നമയ ബോഡിയെക്കുറിച്ചല്ല പഠിക്കുന്നത്. അന്നമയ ബോഡി ഉപയോഗിച്ച് പുറത്തുള്ള ആ ഒരു ഫിസിക്കൽ യൂണിവേഴ്സിനെയാണ് നമ്മൾ അനുഭവത്തിലൂടെ, എക്സ്പീരിയൻസിലൂടെ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതേപോലെ തന്നെ സെൽഫിൻ്റെ പ്രാണമയ ബോഡി ഉപയോഗിച്ച് പ്രാണമയ ലോകത്തിനെ കുറിച്ചാണ്, ആ പ്രാണപ്രവാഹത്തെക്കുറിച്ചാണ് അറിയേണ്ടത്. ആ പ്രാണമയ ലോകത്തിൽ എന്തൊക്കെ ഉണ്ടാവും? അതൊരു എനർജി മൂവ്മെൻ്റാണ്, പ്രാണൻ്റെ മൂവ്മെൻ്റാണ്. അവിടെ വർക്ക് ചെയ്യുന്ന ക്ലോക്ക് സർക്കാഡിയൻ ബയോളജിക്കൽ ടൈം ക്ലോക്കാണ്. ഓരോ പ്രാണനും ഓരോ ക്ലോക്കാണ്. നമ്മളുടെ ശരീരത്തിലും ആ പ്രാണനുണ്ട്, പുറത്തുള്ള ആ ലോകത്തും ആ പ്രാണൻ ഉണ്ട്. അപ്പോൾ അതേപോലെ തന്നെ നമ്മളുടെ അന്നമയ കോശം നിൽക്കുന്ന പുറത്തുള്ള ലോകത്തിൻ്റെ ടൈം എന്ന് പറയുന്നത് ഫിസിക്കൽ ടൈം ക്ലോക്കാണ്. അത് നമുക്കറിയാവുന്നതാണ്. ഫിസിക്കൽ സ്പേസ് ടൈം ക്ലോക്കാണ്. അതെല്ലാവർക്കും അറിയാവുന്ന ടൈമാണ്. പക്ഷേ പ്രാണമയ ലോകത്തിൽ സർക്കാഡിയൻ ബയോളജിക്കൽ ടൈം ക്ലോക്ക് ഉണ്ട്. ഓരോ പ്രാണനും ഓരോ ടൈം ക്ലോക്കിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ആ ടൈം ക്ലോക്ക് എല്ലാം കറക്റ്റായിട്ടുണ്ട് എങ്കിൽ പ്രാണമയ കോശം നമ്മുടെ ശരീരത്തിലെ ആന്തരിക അവയവങ്ങളെ കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്തു വരും. പ്രാണമയ ആ ഒരു ടൈം ക്ലോക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് വരുമ്പോഴാണ് നമ്മളുടെ ആ ഒരു ബോഡി ഇംബാലൻസ്, പല ആന്തരിക അവയവങ്ങൾക്കും അസുഖങ്ങൾ വരുന്നത്. പലപ്പോഴും സ്പിരിച്വാലിറ്റിയിൽ വരുമ്പോൾ നമ്മൾ ഈ പ്രാണമയ ലോകത്തിനെ സ്കിപ്പ് ചെയ്തുകൊണ്ടാണ് മനോന്മയ ലോകത്തേക്കും വിജ്ഞാനമയ ലോകത്തേക്കും എത്തുന്നത്. അതുതന്നെയാണ് സ്പിരിച്വാലിറ്റിയിൽ കൂടുതൽ നമുക്ക് ഇമ്പ്രൂവ്മെൻറ്റ് ഇല്ലാതെ പോകുന്നതിന് മെയിൻ കാരണം. നമ്മളുടെ കോശങ്ങൾ ഒരു അമൃതത്വം നേടുന്നില്ല. ആ സെല്ലുകൾ ഒരു അമൃതത്വം നേടുമ്പോൾ മാത്രമാണ് പൂർണ്ണമായ ആ ഒരു സയൻസിന് നമുക്ക് അറിയാൻ സാധിക്കുള്ളൂ. നമ്മൾ മനോന്മയ കോശത്തിൽ 5th ഡയമെൻഷൻ എന്നൊക്കെ പറയാം. പക്ഷേ യഥാർത്ഥ ഡയമെൻഷൻ എന്ന് പറയുന്നത് ഇതല്ല കേട്ടോ. നമ്മൾ പൂർണ്ണമായി ഇമ്മോർട്ടൽ ബോഡി ലഭിച്ചതിന് ശേഷം മാത്രമാണ് നമുക്ക് ഡയമെൻഷനെ കുറിച്ചൊക്കെ കാണാനും അറിയാനും സാധിക്കുള്ളൂ. നമ്മളുടെ ഹ്യൂമൻ ബ്രെയിൻ വെച്ചിട്ട് നമ്മൾ അറിയുന്ന ഡയമെൻഷൻ എന്നൊക്കെ പറയുന്നത് മാത്തമാറ്റിക്കൽ ലീനിയർ ആ ഒരു ഡയമെൻഷൻ മാത്രമാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ യഥാർത്ഥ ഡയമെൻഷൻ അല്ല മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഫിസിക്കൽ യൂണിവേഴ്സിനെ 3 ഡയമെൻഷൻ എന്നും പ്രാണ യൂണിവേഴ്സിനെ 4 ഡയമെൻഷൻ എന്നും പറയാം. 4th ഡയമെൻഷനെ പലപ്പോഴും നമ്മൾ സ്കിപ്പ് ചെയ്തുകൊണ്ട് പോകുന്നത് കൊണ്ടാണ് അമൃതത്വം നമ്മൾക്ക് ലഭിക്കാത്തത്. അമൃതത്വം എന്ന് പറയുമ്പോൾ നമ്മളുടെ സെല്ലുകളെ കൂടുതൽ പുതുമയോടെ ആ ഒരു ഹെൽത്തി ആയിട്ട് ഇരിക്കാൻ സഹായിക്കും. പക്ഷെ നമ്മൾ മനോന്മയ തലത്തിലേക്കാണ് ആ സ്കിപ്പ് ചെയ്തുകൊണ്ട് പോകുന്നത്. അവിടെ എത്തിയാൽ നമ്മൾക്ക് ഈ അമൃതത്വം ഇല്ലാത്തത് കൊണ്ട് വളരെയധികം സഫറിങ് നമ്മൾ അനുഭവിക്കും സ്പിരിച്വാലിറ്റിയിൽ വന്നാലും. അപ്പോൾ നമ്മൾ എവിടെ എത്തി എന്നുള്ളത് നമ്മൾ ചിലപ്പോൾ വിജ്ഞാനമയ കോശത്തിലായിരിക്കാം. പക്ഷേ നമ്മൾ പ്രാണമയ കോശം സ്കിപ്പ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. പ്രാണൻ ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും അതാത് ആ കോശങ്ങളിലേക്ക് അതാത് ക്ലോക്ക് ടൈം കറക്റ്റായിട്ട് വർക്ക് ചെയ്താൽ ആന്തരിക അവയവങ്ങളെല്ലാം പെർഫെക്റ്റ് ആയിരിക്കും.
അപ്പോൾ നമ്മളത് പെർഫെക്റ്റ് ആക്കണമെങ്കിൽ ആ യൂണിവേഴ്സിനെ കുറിച്ചാണ് അറിയേണ്ടത്, അവിടുത്തെ ക്ലോക്കിനെ കുറിച്ചാണ് അറിയേണ്ടത്, ആ പ്രാണൻ്റെ പ്രവാഹങ്ങളെക്കുറിച്ചാണ് പഠിക്കേണ്ടത്. അവിടെ നമ്മൾക്ക് ഇന്ദ്രിയങ്ങളില്ല, അവിടെ കർമ്മേന്ദ്രിയങ്ങൾ കൊണ്ടാണ് ഇതെല്ലാം നമുക്ക് കാണാനും അറിയാനും ഒക്കെ സാധിക്കുള്ളൂ. കണ്ണില്ല, അതുകൊണ്ട് തന്നെ കർമ്മേന്ദ്രിയങ്ങളുടെ ആ ബോഡി മൂവ്മെൻറ്റ് വെച്ചിട്ട് തന്നെ നമ്മളിതിനെയൊക്കെ അറിയാൻ ശ്രമിക്കണം, പഠിക്കണം ആ യൂണിവേഴ്സിനെ കുറിച്ച്. ഇനി മനോന്മയ യൂണിവേഴ്സിനെ കുറിച്ച് നമ്മൾ പഠിക്കുകയാണെങ്കിൽ, മനോന്മയ യൂണിവേഴ്സ് എന്ന് പറയുന്നത് സൂക്ഷ്മതലത്തിലുള്ളത് തന്നെയാണ്. മനോന്മയ യൂണിവേഴ്സിൽ എത്തുകയാണെങ്കിൽ നമ്മൾ മനസ്സിൻ്റെ ആ ഒരു മനോന്മയ കോശം നിൽക്കുന്നതിന് പുറത്തുള്ള ലോകമാണ്. ഫിസിക്കൽ യൂണിവേഴ്സിൽ എന്തെല്ലാം ഉണ്ടോ അതിൻ്റെ എല്ലാം ഒരു സങ്കല്പ, ഇമാജിനേഷൻ, തോട്ട്, എനർജി വേർഷനുകൾ അവിടെ ഉണ്ടാവും, ആ ലോകത്തിലുണ്ടാവും. അതെല്ലാം സബ്റ്റിലാണ്, അതുകൊണ്ട് നമുക്ക് കാണാൻ പറ്റില്ല. അവിടെ കണ്ണില്ല, ഇന്ദ്രിയമില്ല, കർമ്മേന്ദ്രിയങ്ങളും ഇല്ല. അവിടെ മൂവ്മെൻറ്റ് വെച്ചിട്ടൊന്നും മനസ്സിലാക്കാൻ പറ്റില്ല. അവിടെ നോളജ് വെച്ചിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അവിടെ നമുക്ക് നോയിങ് ആണ്. ആ ഒരു മനോന്മയ ലോകത്തിൽ നമ്മൾ ജ്ഞാനം നേടിക്കഴിഞ്ഞാൽ നമ്മളുടെ ചിന്തകളെ നമ്മൾക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റും, നമ്മളുടെ മെൻ്റൽ ചാറ്ററിങ്ങിനെ നമുക്ക് കേൾക്കാൻ പറ്റും. അതേപോലെ നമ്മളുടെ മനസ്സിലുണ്ടാകുന്ന ഇമോഷൻസിന് നമുക്ക് സാക്ഷിഭാവത്തിൽ നോക്കിക്കാണാൻ പറ്റും. ഈ ഒരു തലത്തിലേക്ക് നമ്മൾ എത്തിയാൽ മാത്രമാണ് മനോന്മയ ലോകത്തിൽ ജ്ഞാനം നമ്മൾ നേടി എന്ന് പറയാൻ പറ്റുള്ളൂ. അതേപോലെ തന്നെ അടുത്ത വിജ്ഞാനമയ ലോകത്തിലേക്ക് അവിടെ വർക്ക് ചെയ്യുന്നത്, മനോന്മയ ലോകത്തിൽ ഒരു ടൈം ക്ലോക്ക് ഉണ്ട്. ടൈം ക്ലോക്ക് എന്ന് പറയുമ്പോൾ ലെൻസാണ്, സൂം ഇൻ ചെയ്യാനും സൂം ഔട്ട് ചെയ്യാനും. സൂം ഇൻ ചെയ്ത് നോക്കിയാൽ ഒരു ചെറിയ കാര്യമായാലും അതിങ്ങനെ വിശകലനം ചെയ്ത് നോക്കിയാൽ വലുതായിട്ട് നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് കടന്ന് ആഴത്തിൽ കാണാൻ പറ്റും, ഒരു മൈക്രോസ്കോപ്പ് വെച്ച് നമ്മൾ നോക്കുന്ന പോലെ. അതേപോലെ അതിനെ സൂം ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു രൂപം അതിലേക്ക് നമ്മൾക്ക് എത്താൻ പറ്റും. മൈക്രോസ്കോപ്പ് വെച്ചിട്ട്, മൈക്രോസ്കോപ്പ് ഇല്ലാതെ നമുക്ക് സൂം ഔട്ടിൽ കാണാൻ പറ്റും. അവിടെ വർക്ക് ചെയ്യുന്ന ടൈം ക്ലോക്ക് ലെൻസാണ്, സൂം ഇന്നും സൂം ഔട്ടും. ഇനി വിജ്ഞാനമയയിൽ നമ്മൾ എത്തിക്കഴിഞ്ഞാൽ അവിടെ വർക്ക് ചെയ്യുന്ന ടൈം ക്ലോക്ക് എന്ന് പറയുന്നത് സബ്ജക്റ്റീവ് ടൈം ക്ലോക്കാണ്, ലൂപ്പ് ടൈമാണ്, പാറ്റേൺ ടൈമാണ്. അവിടെ നമുക്ക് ഓരോരുത്തർക്കും ഓരോ ടൈമാണ്, ഓരോരുത്തരും ഓരോ സിദ്ധിയുള്ളവരാണ്. അപ്പോൾ പലരും പല കാര്യങ്ങളും മനസ്സിലാക്കുന്നത് അവരവരുടെ സിദ്ധികൾ, ആ ഒരു ബുദ്ധി, ലോജിക്കൽ മൈൻഡ് സിസ്റ്റം ഉപയോഗിച്ചിട്ടാണ്. അതുകൊണ്ട് ഡിഫറൻ്റ് ആയിരിക്കും ഓരോ വ്യക്തിയുടെയും മനോന്മയ കോശത്തിൽ അവർ നിൽക്കുന്ന ഒരു ടൈം ക്ലോക്ക് ഡിഫറൻ്റ് ആയിരിക്കും. സബ്ജക്റ്റീവ് പാറ്റേൺ ലൂപ്പുകളായിരിക്കും, അവിടെ പാറ്റേണുകളായിരിക്കും, സിദ്ധികളായിരിക്കും. അവർ നേടി വച്ചിരിക്കുന്ന സിദ്ധികൾക്കൊരു പാറ്റേൺ ഉണ്ടാവും. ആ പാറ്റേൺ അനുസരിച്ച് മാത്രമാണ് അവിടെ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. ലൂപ്പ് ടൈം ക്ലോക്കാണ്. അപ്പോൾ ഏതെങ്കിലും ഒന്നിൻ്റെ ഉള്ളിൽ, ലൂപ്പിൻ്റെ ഉള്ളിലാണ് നമ്മളെങ്കിൽ അത് മാത്രമേ നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ ആ ലോകത്തെക്കുറിച്ചാണ് നമ്മൾ അറിയേണ്ടത്. വിജ്ഞാനമയ കോശത്തെക്കുറിച്ചല്ല നമ്മൾ പഠിക്കേണ്ടത്. വിജ്ഞാനമയ കോശം നിൽക്കുന്നതിന് പുറത്തുള്ള ലോകത്തെക്കുറിച്ചാണ് നമ്മൾ അറിയേണ്ടത്. അവിടെ നമുക്കറിയാൻ ജ്ഞാനം നേടുക തന്നെ വേണം, അറിവ് നേടുക തന്നെ വേണം. അറിവില്ലാതെ സ്പിരിച്വാലിറ്റിയിലേക്ക് ആ സെൽഫ് റിയലൈസേഷൻ സംഭവിക്കില്ല. ഭക്തിമാർഗത്തിൽ വന്നാലും ക്രിയാമാർഗത്തിൽ വന്നാലും ജ്ഞാനം നേടാതെ സെൽഫ് റിയലൈസേഷനിലേക്ക് പൂർണ്ണമായിട്ട് നമുക്ക് എത്തിച്ചേരാൻ സാധിക്കില്ല. അടുത്ത ഒരു തലമാണ് കാരണശരീരം, ആനന്ദമയ കോശം നിൽക്കുന്നത്. അതാണ് കാരണശരീരം, സീഡ്. ഇപ്പോൾ നമ്മളൊരു വിത്ത്, സീഡ് എന്ന് പറയുമ്പോൾ അത് മുളച്ച് വന്നു കഴിയുമ്പോഴാണ് അതെന്താണെന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് കാണാനും അറിയാനും സാധിക്കുക. അതേപോലെ തന്നെയാണ് സംസ്കാരം എന്നുള്ളത്, വാസനകൾ എന്നുള്ളത് അതിൻ്റെ ഉള്ളിലുള്ള ഒരു സീഡ് പോലെയാണ്. അത് പുറത്തേക്ക് വന്ന് മനസ്സിലേക്ക് വന്ന് അത് വിരിഞ്ഞ് വലുതായി കഴിയുമ്പോഴാണ് അതെന്താണെന്ന് നമുക്ക് മനസ്സിലാവുക. പക്ഷെ അത് വരുന്നതിന് മുന്നേ നമുക്കതിനെ മനസ്സിലാക്കി അതിനെ മുളയ്ക്കാതെ അതിനെ ആ ഒരു നിർജീവമാക്കി കളയാനുള്ള ശക്തി ലഭിക്കുമ്പോഴാണ് ഒരു കാരണ ശരീരത്തെ നമ്മൾ മനസ്സിലാക്കി അതിൻ്റെ പുറത്തുള്ള ലോകത്തെ നമ്മൾ ജ്ഞാനം നേടി എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ സംസ്കാരം നമ്മളിലേക്ക് വരുമ്പോൾ അതിനെ നമ്മൾ പൂർണ്ണമായിട്ട് മനസ്സിലാക്കി ഒരു സാക്ഷിഭാവത്തിൽ നിന്നുകൊണ്ട് അതിനെ നിർജീവമാക്കാനുള്ള ഒരു ശക്തി നേടും. വാസനകളാണ്, ഇതെൻ്റെ പൂർവ്വജന്മ വാസനകളാണ് വരുന്നതെന്ന് വരുമ്പോൾ തന്നെ അറിയാൻ സാധിക്കും. അപ്പോൾ അതിനെ നമ്മൾ നിർജീവമാക്കുക, ആ ഒരു സ്റ്റാർട്ടിങ്ങിൽ തന്നെ അതിനെ ഇല്ലാതാക്കാൻ സാധിച്ചാൽ മാത്രമാണ് ആ ഒരു യൂണിവേഴ്സിൻ്റെ ജ്ഞാനം നമുക്ക് കിട്ടിയെന്ന് പറയാൻ പറ്റുള്ളൂ.
5 യൂണിവേഴ്സിലും സോള് ഡെയിലി സഞ്ചരിക്കുന്നുണ്ട്. പക്ഷെ നമ്മളുടെ ഫോക്കസ് എവിടെയാണ്? ഫിസിക്കൽ യൂണിവേഴ്സിൽ മാത്രമാണ്. ഫിസിക്കൽ യൂണിവേഴ്സിനെ കുറിച്ച് മാത്രമാണ് നമ്മൾ പഠിക്കുന്നതും അറിവ് നേടുന്നതും എല്ലാം. പക്ഷെ അതുകൊണ്ട് മാത്രം പ്യുവർ സയൻസ് എന്ന് പറയാൻ പറ്റില്ല. ഫിസിക്കൽ യൂണിവേഴ്സ് സെൽഫിൻ്റെ അന്നമയ കോശം നിൽക്കുന്നതിന് പുറത്തുള്ള ഒരു യൂണിവേഴ്സാണ്. അതേപോലെ സൂക്ഷ്മതലത്തിലും ഉള്ള യൂണിവേഴ്സിനെ കുറിച്ചും നമ്മൾ അറിവ് നേടണം. എങ്കിൽ മാത്രമേ പൂർണ്ണ ജ്ഞാനം എന്ന് പറയാൻ പറ്റുള്ളൂ. നമ്മളെക്കുറിച്ച് ആ പൂർണ്ണ ജ്ഞാനം നേടിക്കഴിഞ്ഞാൽ അടുത്തത് പ്രപഞ്ചത്തെക്കുറിച്ചുള്ള ജ്ഞാനത്തിലേക്ക് നമ്മൾ കടക്കും. നമ്മൾക്കുള്ളതുപോലെ തന്നെ ഈ ലെയേഴ്സൊക്കെ പ്രപഞ്ചത്തിനും ഉണ്ട്. അപ്പോൾ അതിലേക്കാണ് പിന്നെ നമ്മൾ അടുത്തത് എത്തുക. അപ്പോൾ നമ്മൾ എവിടെ എത്തി? ആനന്ദമയ കോശത്തിൽ എത്തിയെങ്കിൽ ഒരു ഗ്ലിംസ് പോലെ ഒരു കുറച്ച് സമയത്തേക്ക്, അല്ലെങ്കിൽ ഒരു ആഴ്ച അല്ലെങ്കിൽ മാസങ്ങൾ മാത്രമാണ് നമുക്ക് ആ പരമാനന്ദം, സച്ചിത് ആനന്ദം അനുഭവിക്കാൻ സാധിക്കുള്ളൂ. അത് സോളിനെ ടച്ച് ചെയ്ത് നിൽക്കുന്നത് കൊണ്ട് ആ ഒരു പരമാനന്ദം നമ്മൾക്ക് അനുഭവിക്കാൻ സാധിക്കും. പക്ഷേ ആ ഒരു സമയത്ത് എല്ലാവരും വിചാരിക്കും നമ്മൾ കോൺഷ്യസ്നെസ്സിനെ ടച്ച് ചെയ്തു എന്നുള്ളത്. അതൊരു തെറ്റിദ്ധാരണ മാത്രമാണ്. അവിടെ നമ്മൾ കോൺഷ്യസ്നെസ്സിനെ, അവെയർനെസ്സിനെ അറിയുന്നില്ല. അവിടെ ആ സെൽഫിൻ്റെ കാരണ ശരീരമാണത്. അതൊരു കോശമാണ്. അതിന് പുറത്തുള്ള യൂണിവേഴ്സിനെ ആണ് നമ്മൾ പഠിക്കേണ്ടത്. അത് നിൽക്കുന്നതിൻ്റെ പുറത്തൊരു യൂണിവേഴ്സ് ഉണ്ട്. ആ യൂണിവേഴ്സിനെ കുറിച്ചാണ് നമ്മൾ ജ്ഞാനം നേടേണ്ടത്. മായാപ്രപഞ്ചമാണത്. ഫിസിക്കൽ യൂണിവേഴ്സ് ഒരു മായാപ്രപഞ്ചമാണ്. അതേപോലെ തന്നെയാണ് സൂക്ഷ്മ കാരണ ശരീരം നിൽക്കുന്നതിന് പുറത്തുള്ള യൂണിവേഴ്സും മായാ സിമുലേഷനാണ്. ആ സിമുലേഷനെ കുറിച്ചാണ് നമ്മൾ പഠിക്കേണ്ടത്. അപ്പോൾ സെൽഫ് ആ സിമുലേഷനുള്ളിൽ ലോക്കഡാണ്. സിമുലേഷൻ്റെ ഉള്ളിൽ നിന്ന് നമ്മൾ ആ ലോക്കിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോഴാണ് നമ്മൾ സെൽഫിനെ കുറിച്ച് അറിയുന്നത്. സെൽഫ് ഈ കാരണമയ കോശത്തിൽ ഒരു ടൈം ക്ലോക്ക് ഉണ്ട്. അവിടെ ക്വാണ്ടം അറ്റോമിക് ടൈം ക്ലോക്കാണ്. അവിടെ നമ്മൾ പൂർണ്ണ ജ്ഞാനം നേടിക്കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന പ്രവർത്തികൾ വളരെ കൃത്യതയോടെ, വളരെ വേഗത്തിൽ ചെയ്തു തീർക്കാൻ സാധിക്കും. ഒരു സാറ്റിസ്ഫാക്ഷൻ ലഭിക്കും. അതേപോലെ ഫ്ലോ വിത്ത് ലൈഫ് എന്ന് പറയുന്ന പോലെ ഒരു ആനന്ദത്തോടെ നമുക്കതിന് ഈ ഭൂമിയിലൂടെ, ഈ പ്രപഞ്ചത്തിലൂടെ സഞ്ചരിക്കാൻ സാധിക്കും. ഒരുപാട് ഫ്രീ ടൈം നമുക്ക് കിട്ടും. പുറത്തുള്ള സഫറിങ്സ് നമ്മളെ അധികം എഫക്റ്റ് ചെയ്യില്ല അവിടെ എത്തിക്കഴിഞ്ഞാൽ. പക്ഷേ അവിടെയും നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് തുടരാൻ സാധിക്കില്ല. നമ്മൾ വീണ്ടും വിജ്ഞാനമയിലേക്കും മനോന്മയിലേക്കും വന്നുകൊണ്ടേയിരിക്കും. കാരണം ജ്ഞാനം നേടണം. ജ്ഞാനം നേടിയാൽ മാത്രമാണ് അടുത്തടുത്ത തലത്തിലേക്ക് നമുക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ വീണ്ടും മനോന്മയിലും വർക്ക് ചെയ്യും, വിജ്ഞാനമയിലും വരും. ഡെയിലി ആ ഒരു എല്ലാ യൂണിവേഴ്സിലും നമ്മൾ സഞ്ചരിക്കുന്നുണ്ട്. അപ്പോൾ മനോന്മയിലേക്കും വിജ്ഞാനമയിലേക്കും വീണ്ടും നമ്മൾ വരുമ്പോൾ നമ്മളൊരു ഗ്ലിംസ് പോലെയൊക്കെ മാത്രമാണ് ആനന്ദമയ കാരണശരീരത്തിനെ അറിയാൻ സാധിക്കുള്ളൂ. പൂർണ്ണമായിട്ട് നമ്മൾ ജ്ഞാനം നേടിക്കഴിഞ്ഞാൽ കാരണശരീരത്തിൻ്റെ വാസനകൾ നമ്മളിലേക്ക് വരുമ്പോൾ തന്നെ നമുക്കതിനെ നിർജ്ജീവമാക്കാൻ സാധിക്കും. അപ്പോൾ സച്ചിത് ആനന്ദം. അത് കഴിഞ്ഞിനി എന്താണ് ഉള്ളതെന്നുള്ളത് സെൽഫാണ്. സെൽഫ് അവിടെ ടൈം ക്ലോക്കില്ല. അവിടെ ടൈംലെസ് ആണ്. അവിടെ സാക്ഷിഭാവമാണ് സെൽഫിനുള്ളത്. അവെയർനെസ്, വിറ്റ്നസ്സാണ്. അപ്പോൾ ആ ഒരു സെൽഫിൻ്റെ പ്രകാശത്തെയും കാണുന്ന ഒരു അവെയർനെസ് അവിടെയുണ്ട്. അവിടെ കണക്ടറൊന്നുമില്ല. ഇപ്പോൾ ഫിസിക്കൽ അന്നമയ കോശത്തിന് ഇന്ദ്രിയങ്ങളാണ് എങ്കിൽ പ്രാണമയ കോശത്തിന് കർമ്മേന്ദ്രിയങ്ങളാണ്, മനോന്മയ കോശത്തിന് നോളജാണ്, വിജ്ഞാനമയ കോശത്തിന് ബുദ്ധിയാണ്, ആനന്ദമയ കോശത്തിന് സംസ്കാരമാണ്. അതേപോലെ സെൽഫിന് അവെയർനെസ്സാണ് കണക്ടർ. പക്ഷേ ആ കണക്ടറും ആ സെൽഫും ഒന്നായിട്ടാണ് നിൽക്കുന്നത്. അതുകൊണ്ട് അവിടെ സെപ്പറേഷൻ ഉണ്ടാവില്ല. ഒരു വൺനെസ്, ടൈംലെസ് ഫീൽ ചെയ്യും. ഇവിടെ പാസ്റ്റ് ഉണ്ടാവില്ല, പ്രസൻറ്റ് ഉണ്ടാവില്ല, ഫ്യൂച്ചറും ഉണ്ടാവില്ല. വൺനെസ്സാണ് ഫീൽ ചെയ്യുക. മനോന്മയ കോശത്തെ കടക്കുമ്പോഴാണ് പാസ്റ്റും പ്രസൻറ്റും ഫ്യൂച്ചറും ഒരുമിച്ച് വരിക. 5Dയിൽ ആ യൂണിവേഴ്സിൽ നമ്മൾ ജ്ഞാനം നേടിക്കഴിഞ്ഞാൽ പാസ്റ്റും ഫ്യൂച്ചറും പ്രസൻറ്റും നമ്മുടെ മനസ്സിലൂടെ സ്ക്രോൾ ചെയ്യുന്നത് നമുക്ക് അറിയാൻ സാധിക്കും. പല കാര്യങ്ങളും മുൻകൂട്ടി നമുക്കറിയാൻ സാധിക്കും. അതേപോലെ വിജ്ഞാനമയ കോശത്തിലാണ് നമ്മൾ പൂർണ്ണജ്ഞാനം നേടിയിട്ടുള്ളത് എങ്കിൽ ഇൻഡ്യൂഷൻസൊക്കെ നമുക്ക് വരാൻ തുടങ്ങും. പ്രാണമയ കോശത്തിലാണ് എങ്കിൽ പ്രാണൻ്റെ പ്രവാഹത്തെ നമുക്ക് കറക്റ്റാക്കാനും നിയന്ത്രിക്കാനും ഉള്ള ഒരു ടാലൻറ്റ് ലഭിക്കും. കാരണശരീരത്തിലാണ് എങ്കിൽ കാരണ
കാരണമായിട്ട് നിൽക്കുന്ന ആ കാരണത്തെ അറിയാനും അതിനെ നിർജ്ജീവമാക്കാനും സാധിക്കും. ഇനി ആ ഒരു സെൽഫിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ, അവെയർനെസ്സിലേക്ക് വരികയാണെങ്കിൽ, ഇതെല്ലാം മായയാണ്, സെൽഫ് അവെയർനെസ് മാത്രമാണ് യഥാർത്ഥം, അൺചേഞ്ച്ഡ്, അൺമൂവിങ് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയും. പക്ഷെ അവിടെ കൊണ്ടും തീരുന്നില്ല. അത് ഒരു ഫിസിക്കൽ ഹ്യൂമൻ ബോഡിയുടെ ആ ഒരു ഭാഗം മാത്രമാണ്. ഇതിനപ്പുറത്തേക്ക് ഇനി ജീവാത്മാവിന് അപ്പുറത്തേക്ക് ഇനി എന്താണെന്നുള്ളത്, സെൽഫിനപ്പുറത്ത് ഇനി എന്താണെന്നുള്ളത് ബ്രഹ്മം. അപ്പോൾ ബ്രഹ്മകൽപ്പം എന്ന് പറയുന്ന ഒരു ടൈമുണ്ട് അവിടെ. അത് സർക്കിൾ ടൈമാണ്. അതായത് 4 കാലം റൺ ചെയ്യും, അതിനുശേഷം വീണ്ടും അത് റിപ്പീറ്റാണ്. അപ്പോൾ ബ്രഹ്മത്തിനുള്ളിൽ നമ്മൾ ടച്ച് ചെയ്താൽ പോലും 4 കാലത്തിനുള്ളിൽ വീണ്ടും നമ്മൾ സർക്കിൾ ചെയ്ത് വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇപ്പോൾ നമ്മളുള്ളത് ഏത് കാലത്തിലാണ്? കലിയുഗത്തിലാണ്. പക്ഷേ ഈ കലിയുഗം വീണ്ടും റിപ്പീറ്റ് ആകുമ്പോഴും നമ്മൾ വരേണ്ടി വരും. അവിടെയും ആ റൊട്ടേഷൻ അവസാനിക്കുന്നില്ല. ജീവൻ മുക്തി, നമുക്ക് മോക്ഷം ലഭിക്കുന്നില്ല. ഇനി അടുത്ത ഒരു സ്റ്റേജ് എന്താണെന്ന് വെച്ചാൽ, ആ ഒരു ലോകത്തെക്കുറിച്ച് നമ്മൾ, ആ ഒരു തലത്തെക്കുറിച്ച് നമ്മൾ അറിയണം. ബ്രഹ്മത്തെക്കുറിച്ചല്ല നമ്മൾ അറിയേണ്ടത്. ബ്രഹ്മം എന്ന് നിൽക്കുന്നതിൻ്റെ പുറത്തുള്ള എന്താണോ ആ ഒരു തലത്തെക്കുറിച്ചാണ് നമ്മൾ അറിയേണ്ടത്. പരബ്രഹ്മത്തെക്കുറിച്ച് അടുത്തത്. പരബ്രഹ്മം എന്ന് പറയുമ്പോൾ സ്റ്റാറ്റിക് സിംഗുലാരിറ്റിയാണ്. അവിടെ ഇൻഫൈനൈറ്റ് ആകാൻ കാരണമായിട്ടുള്ള അതാണത്. അപ്പോൾ ഈ പ്രപഞ്ചത്തിൽ എല്ലാത്തിനും കാരണമായിട്ടുള്ള, ഇത്രയും കാര്യങ്ങളും റൺ ചെയ്യാൻ കാരണമായിട്ട് നിൽക്കുന്ന ഒരു നിശ്ചലമായിട്ട് നിൽക്കുന്ന, പൂർണ്ണമായിട്ട് നിൽക്കുന്ന ആ ഒരു അവസ്ഥയാണ് പരബ്രഹ്മം. അവിടെ മൂവ്മെൻ്റ് ഇല്ല. എല്ലാമായിട്ടിരിക്കുന്നു, എന്നാൽ മൂവ്മെൻ്റ് ഇല്ല എന്നുള്ളത്. അവിടെ വരെയാണ് എല്ലാ ഗുരുക്കന്മാരും, എല്ലാ പുരാണങ്ങളും, എല്ലാ വേദങ്ങളും എല്ലാം നമ്മൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. എന്നാൽ വളരെ ചുരുക്കം ഗുരുക്കന്മാരാണ് അതിനപ്പുറത്തേക്കും മോക്ഷം മാത്രമല്ല നമ്മളുടെ ലക്ഷ്യം, ഇമ്മോർട്ടാലിറ്റി ആണ് എന്നുള്ളത് പറഞ്ഞു തന്നിട്ടുള്ളത്. മോക്ഷം എന്നുള്ളത് നമ്മൾ ഈ ഒരു തലത്തിലേക്ക് നമ്മളുടെ ഒരു ഫോക്കസ് എത്തിക്കഴിഞ്ഞാൽ, നമ്മളുടെ ജീവൻ ഈ ഭൂമി വിട്ടു പോകുമ്പോൾ നമ്മൾ ആ ഒരു യൂണിവേഴ്സിലേക്കായിരിക്കും, ആ ഒരു തലത്തിലേക്കായിരിക്കും നമ്മളുടെ പ്രവേശനം. അപ്പോൾ ഏത് തലത്തിലേക്കാണോ നമ്മൾ പ്രവേശനം, അതായിട്ട് നമ്മൾ ആ ലയനം സംഭവിക്കും. അപ്പോൾ പരബ്രഹ്മത്തിലേക്കാണെങ്കിൽ പരബ്രഹ്മത്തിൽ, ആ ജന്മമരണ ചക്രത്തിൽ നിന്ന് നമുക്ക് മോചനം ലഭിക്കും. പക്ഷേ ചില ഗുരുക്കന്മാർ അതിനപ്പുറത്തേക്കും മോക്ഷമല്ല, ഇമ്മോർട്ടാലിറ്റിയാണ്, ഡിവൈനിറ്റിയാണ് ഏറ്റവും പ്രധാനം എന്നുള്ളത് പറഞ്ഞിട്ടുള്ളൂ. വള്ളലാർ, അതേപോലെ സദ്ഗുരു ബ്രഹ്മ, അതേപോലെ ചില ബുദ്ധിസ്റ്റ് മോങ്കുകൾ, വളരെ ചുരുക്കം ഗുരുക്കന്മാർ മാത്രമാണ് അതിനെക്കുറിച്ച് മെൻഷൻ ചെയ്തിട്ടുള്ളത്. ഗ്രേസ് യൂണിവേഴ്സിനെ കുറിച്ച്. അത് ഫ്രീ വിൽ ഗേറ്റ് വേ ആണ്. അവിടെ ഫ്രീ വില്ലാണ്. അവിടേക്ക് വന്നാൽ മാത്രമാണ് യഥാർത്ഥ ഡയമെൻഷൻസിനെയൊക്കെ നമുക്ക് കാണാനും അറിയാനും സാധിക്കുള്ളൂ. ഡയമെൻഷൻ എന്താണെന്ന് പോലും നമുക്ക് മനസ്സിലാവുള്ളൂ. ഫിസിക്കൽ ബോഡിയിൽ ഇരുന്നുകൊണ്ട് നമുക്കൊരിക്കലും യഥാർത്ഥ ഡയമെൻഷനെ മനസ്സിലാക്കാൻ, അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ സാധിക്കില്ല. നമ്മൾ അറിയുന്നത് ഫിസിക്കൽ, മാത്തമാറ്റിക്കൽ, ലീനിയർ ഡയമെൻഷനൊക്കെ ആയിരിക്കും. അപ്പോൾ അവിടെ വന്നാലും അവിടെയുള്ള ഗുരുക്കന്മാരുടെ അനുഗ്രഹമുണ്ടെങ്കിൽ മാത്രമാണ് അടുത്ത തലമായ ഇമ്മോർട്ടാലിറ്റി നമുക്ക്, ഗ്രേസ് ബോഡി നമുക്ക് ലഭിക്കുള്ളൂ. ആ ഗുരുക്കന്മാരുടെ ആ ഒരു ഡിവൈൻ അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമാണ്. വളരെ ചുരുക്കം പേരാണ് ആ ഗ്രേസിലേക്ക് എത്തുക. ആ ഗ്രേസിലേക്ക് എത്തിയാൽ തന്നെ അവിടെയുള്ള ആ ഒരു ഇമ്മോർട്ടൽ ഗുരുക്കന്മാരുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമാണ് ആ തലത്തിലേക്ക് നമുക്ക് പ്രവേശനമുള്ളൂ. ഇമ്മോർട്ടൽ ബോഡി ലഭിച്ചു കഴിഞ്ഞാൽ ഇൻഫൈനൈറ്റ് ആണ്, അനന്തമാണ്, അപ്രത്യക്ഷമാകാം, പ്രത്യക്ഷമാകാം. നമ്മൾക്ക് ഈ എക്സ്പീരിയൻസൊക്കെ വളരെ ചുരുക്കം ഗ്ലിംസ് പോലെ നമുക്ക് കിട്ടിയാലും നമ്മൾക്ക് പെർമനൻ്റായിട്ട് ആ ബോഡിയിലേക്ക് എത്തിച്ചേരുക എന്നുള്ളതാണ് അൾട്ടിമേറ്റ് എയിം. എക്സ്പീരിയൻസ് ഒരു സീക്കറിന് സാധ്യമാണ്, പക്ഷേ പെർമനൻ്റായിട്ട് നമ്മൾ ആ ഒരു തലത്തിലേക്ക് എത്തിച്ചേരണം. അതാണ് ഏറ്റവും പ്രധാനം. നമ്മളുടെ ഈ ജീവൻ ഭൂമി വിട്ട് പോകുമ്പോൾ നമ്മൾ ആ തലത്തിലേക്ക് പ്രവേശിക്കണം. സാധാരണ സിദ്ധ ഗുരുക്കന്മാരൊക്കെ മനസ്സിനെ പ്രകാശമാക്കിക്കൊണ്ട് ആ ഒരു തലത്തിലേക്ക് പ്രവേശിക്കുന്നത്. പക്ഷേ ഗ്രേസ് തലത്തിലേക്ക് നമ്മൾക്ക് പ്രവേശിക്കണമെങ്കിൽ മനസ്സിനെയും ശരീരത്തിനെയും പ്രകാശമാക്കി മാറ്റുന്ന ആ ഒരു തത്വം, ആ ഒരു സയൻസ് നമ്മൾ അറിഞ്ഞിരിക്കണം. അമൃതത്വം എന്നുള്ള, ഇമ്മോർട്ടാലിറ്റി എന്നുള്ള ഒരു സയൻസ് നമ്മൾ അറിഞ്ഞിരിക്കണം.
അപ്പോൾ ഗ്രേസ് എന്നുള്ള തലത്തിലേക്ക് നമുക്ക് എന്നാൽ മാത്രമാണ് പ്രവേശനമുള്ളൂ. ഇനി അതിനും അപ്പുറത്തേക്ക് എന്താണ് എന്ന് ചോദിച്ചാൽ, ഗ്രേസ് യൂണിവേഴ്സ് എന്ന് പറയുന്നത് കമ്പാഷൻ, ലവ് റേഡിയേറ്റിംഗ് ലൈറ്റ് ഉണ്ട് അവിടെ. പരബ്രഹ്മത്തിൽ ആ ഒരു ചലനമില്ല. ഗ്രേസിൽ പക്ഷേ ലവ് റേഡിയേറ്റിംഗ് ലൈറ്റ് ഉണ്ട്, ലൂമിനൻ്റ് ആണ്. ഇനി അതിനും അപ്പുറത്ത് എന്താണെന്ന് ചോദിച്ചാൽ, എല്ലാത്തിനെയും അറിയുന്ന പൂർണ്ണ ജ്ഞാനം, അതാണ് ഗ്രേസ് ലൂമിനൻ്റ് ഡിവൈൻ സോഴ്സ്. ആ പ്രകാശം, അതാണ് എൻഡ്. അതിനപ്പുറത്തേക്ക് ഇനി എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് നമ്മൾക്ക് പെർമനൻ്റായിട്ട് ഗ്രേസ് ഇമ്മോർട്ടൽ ബോഡി ലഭിച്ചാൽ മാത്രമാണ് അറിയാൻ സാധിക്കുള്ളൂ. ഡയമെൻഷൻസൊക്കെ ഇവിടെ ഫ്രീ വില്ലാണ്, അത് സ്പ്ലിറ്റ് ആകും. അതുകൊണ്ട് ഹ്യൂമൻ ബ്രെയിൻ വെച്ചിട്ട് നമുക്ക് ആ ഒരു തലത്തിലുള്ള അതിനപ്പുറത്തേക്ക് ഇനി എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് അറിയാൻ ഒരിക്കലും സാധിക്കില്ല. അപ്പോൾ എപ്പോഴാണോ നമുക്ക് പെർമനൻ്റ് ആയിട്ടുള്ള ആ ഒരു ഗ്രേസ് ഇമ്മോർട്ടൽ ബോഡി ലഭിക്കുന്നത്, അപ്പോൾ മാത്രമാണ് നമുക്ക് ആ ഡിവൈൻ ലൂമിനൻ്റ് ഡിവൈൻ സോഴ്സ് എന്താണ്, അല്ലെങ്കിൽ അതിനപ്പുറത്ത് എന്താണ് എന്നുള്ളതൊക്കെ നമുക്ക് അറിയാൻ സാധിക്കുള്ളൂ. പക്ഷേ ഇതെല്ലാം നമുക്കൊരു ഗ്ലിംസ് പോലെ, ഒരു എക്സ്പീരിയൻസ് പോലെ ഒരു സീക്കറിന്, ഒരു അന്വേഷകന് അനുഭവിക്കാൻ സാധിക്കും. അന്വേഷണം ഉണ്ടാവണം എന്ന് മാത്രം. എല്ലാവരും നമ്മൾ ഈ പ്രപഞ്ചത്തിൽ സഹജസമാധിയിലൂടെ ജീവിച്ചു പോകുന്നതാണ് യഥാർത്ഥ എൻലൈറ്റ്മെൻറ്റ് എന്ന് കരുതുമ്പോൾ, സിദ്ധന്മാർ കരുതുന്നത് ഇമ്മോർട്ടാലിറ്റിയാണ്. മനസ്സിനെയും ശരീരത്തിനെയും പ്രകാശമാക്കിക്കൊണ്ട് ആ ഒരു ഡിവൈൻ ഗ്രേസ് ഇമ്മോർട്ടൽ ബോഡിയിലേക്ക് എത്തുക എന്നുള്ളത്. പക്ഷേ പല സിദ്ധ ഗുരുക്കന്മാരും ആ ഒരു പരബ്രഹ്മത്തിലേക്ക് ലയനമാണ് സംഭവിക്കുന്നത്. അതിനപ്പുറത്തേക്ക് കടക്കാൻ വളരെ റെയറായിട്ടുള്ള ഗുരുക്കന്മാർക്ക് മാത്രമാണ് സാധിച്ചിട്ടുള്ളത്. നമ്മൾ എത്ര പ്രാക്ടീസ് ചെയ്താലും അതിലേക്ക് എത്തണമെങ്കിൽ അവിടെയുള്ള ഗുരുക്കന്മാരുടെ, ഇമ്മോർട്ടൽ ഗുരുക്കന്മാരുടെ ആ ഡിവൈൻ, ആ സോഴ്സിൻ്റെ അനുഗ്രഹം, ഗ്രേസ് ഉണ്ടെങ്കിൽ മാത്രമാണ് അതിലേക്ക് റീച്ച് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത്രയും പറഞ്ഞതിൽ നിന്ന് നമ്മൾ എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളത് നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടി കാണുമെന്ന് വിചാരിക്കുന്നു. നമ്മൾ ആനന്ദമയ കോശത്തിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ സച്ചിത് ആനന്ദം, പരമാനന്ദം നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. പക്ഷെ അതല്ല കോൺഷ്യസ്നസ് എന്ന് നമ്മൾ തിരിച്ചറിയണം. അവിടെ സ്റ്റക്കായി നിൽക്കാതെ, ആനന്ദമയ കോശത്തിന് നമ്മൾ ടച്ച് ചെയ്യുമ്പോൾ ചിലപ്പോൾ നമ്മളുടെ പൂർവ്വജന്മങ്ങളുടെ ഇൻഫർമേഷനൊക്കെ നമുക്ക് DNA ആക്ടിവേഷനിലൂടെ ലഭിക്കും. പക്ഷെ അതിലൊന്നും നമ്മൾ സ്റ്റക്കാവാതെ ഇതെല്ലാം ഒരു ഇല്യൂഷനാണ് എന്ന് പറഞ്ഞ് അടുത്തടുത്ത എക്സ്പീരിയൻസിലേക്ക് നമ്മൾ പോകുമ്പോൾ മാത്രമാണ് നമ്മൾ ജ്ഞാനം നേടിയാണ് അതിലേക്ക് എത്താൻ പറ്റുള്ളൂ. അറിവാണ് ഈ പറയുന്നതെല്ലാം, അതിലേക്കുള്ള ജ്ഞാനമാണ്. അപ്പോൾ ഈ അറിവ് നേടി അങ്ങോട്ട് എത്തണം, എങ്കിൽ മാത്രമാണ് നമുക്കത്. നമ്മൾ ഈ ആനന്ദമയ കോശം ടച്ച് ചെയ്യുമ്പോൾ തന്നെ നമ്മൾക്ക് അറിയേണ്ട ജ്ഞാനം നമ്മളെ തേടി വരും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ അതിലൂടെ നമ്മൾ ആ ഒരു തലത്തിലേക്ക്, അടുത്ത തലത്തിലേക്ക്, സെൽഫ് അവയർനെസ്, ബ്രഹ്മ, പരബ്രഹ്മ, ഗ്രേസ് ഇമ്മോർട്ടൽ ബോഡി, അവിടെ വരേക്ക് എത്തണം. പക്ഷെ നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് ഏകദേശം ആനന്ദമയ അല്ലെങ്കിൽ വിജ്ഞാനമയ, മനോന്മയ. ആനന്ദമയയിൽ എത്തിയവർ പോലും കുറച്ച് സമയം അല്ലെങ്കിൽ കുറച്ച് ദിവസം, കുറച്ച് മാസം അതിനുശേഷം വിജ്ഞാനമയലും മനോന്മയലും ജീവിക്കുന്നത്. അവിടെ പൂർണ്ണ ജ്ഞാനം നേടിയിട്ടില്ല. അതുകൊണ്ടാണ്. എന്തുകൊണ്ട് അങ്ങനെ ലഭിക്കുന്നു എന്ന് വെച്ചാൽ അമൃതത്വം നമ്മൾ നേടിയിട്ടില്ല. അമൃതത്വം നേടണമെങ്കിൽ പ്രാണമയ ലോകത്തിനെക്കുറിച്ച് നമ്മൾ ജ്ഞാനം നേടണം. പ്രാണമയ ലോകത്തിനെക്കുറിച്ച് ജ്ഞാനം നേടണമെങ്കിൽ സിദ്ധ ഗുരുക്കന്മാരുടെ അനുഗ്രഹം വേണം. അതല്ലാതെ നമ്മൾക്ക് ഒരിക്കലും പ്രാണമയ ലോകത്തിനെ നാഡീശുദ്ധി പ്രാണായാമം ചെയ്തുകൊണ്ടൊന്നും പ്രാണമയ ലോകത്തെക്കുറിച്ച് ജ്ഞാനം നേടി അമൃതത്വം എന്നുള്ളൊരു തലത്തിലേക്ക് എത്താൻ സാധിക്കില്ല. സിദ്ധന്മാരുടെ അനുഗ്രഹം വേണം. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിൽ. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.